അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് പേടിക്കാനൊക്കെ ഉണ്ട്. ഒരുപാട് പറയാനുള്ള മാനസികാവസ്ഥയുള്ള എന്തെങ്കിലും പറയണമെന്ന് വെച്ചാൽ എല്ലാം ഇതായിട്ട് കലങ്ങി പറഞ്ഞിരിക്കും. അതുകൊണ്ട് അല്ല, ആക്ടിങ്ങിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഒന്ന് പറയുള്ളൂ, ഇത് ആരെ മോനാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഹായ്, നമസ്തേ. കഫ്ലിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്തിനാണ് വന്നത്? ഇത് നമ്മളിപ്പം ഡീസിറ സിനിമ കണ്ടിറങ്ങി. പ്രീമിയർ ഷോ ആയിരുന്നു. മലയാളത്തിൽ എഴുതി കാണിക്കുന്നുണ്ട്. ആദ്യം പോസ്റ്ററിൽ അങ്ങനെ മലയാളത്തിൽ കാണിച്ചിട്ടില്ലായിരുന്നു അല്ലേ? ഇല്ല, പക്ഷെ പടത്തിലുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു പടം? പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. പേടിക്കാനുണ്ട് എനിക്ക്. പക്ഷേ സത്യം പറഞ്ഞാൽ പേടിക്കുന്നതിനെക്കാട്ടി എനിക്ക് കൂടുതലായിട്ട് തോന്നിയത് ത്രില്ലിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഒരു ത്രില്ലിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ രാഹുൽ സദാശിവന്റെ പടത്തിലൊക്കെ നമ്മൾ പൊതുവെ കാണാറുള്ളത് പേടിക്കാലും ഉപരി ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യും. ഇപ്പൊ ബ്രഹ്മയുഗായാലും വേറൊരു ഫീലാണ്, ഭൂതകാലമായാലും അതിനേക്കാളും വേറൊരു ഫീലാണ്. അപ്പോൾ ഈ പടം വേറൊരു ലെവലാണ്. അതായത് വേറൊരു നമ്മൾ ഡിസ്റ്റർബൻസ് പോലത്തെ വേറൊരു ത്രില്ലർ മൂഡിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത് അല്ലേ? പിന്നെ ഇത് മസ്റ്റ് വാച്ചാണ്, എല്ലാ തിയേറ്ററിൽ തന്നെ കാണണം. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, ഇപ്പം എന്തായാലും എല്ലാവരും നല്ല പേടിക്കുന്ന സിനിമയാണ്, ത്രില്ലിംഗ് ആണെന്നൊക്കെ പറയും. അപ്പോൾ എല്ലാവരും ഒരുപാട് പ്രതീക്ഷിച്ച് പോകും. അങ്ങനെ പോവല്ലേ, ക്ലിയർ മൈൻഡോട് കൂടി എപ്പോഴും രാഹുൽ സദാശിവന്റെ പടങ്ങൾ എപ്പോഴും നിങ്ങളൊരു ക്ലിയർ മൈൻഡോട് കൂടി പോകുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. പുള്ളി വെച്ചിരിക്കുന്ന നമ്മളോടൊരു കാര്യം പറയാനുണ്ട്, അത് നിങ്ങൾ കേൾക്കുക. പിന്നെ അന്നും രാഹുൽ സദാശിവന്റെ ഹൈലൈറ്റ് പടം എന്ന് വെച്ചാൽ ഭൂതകാലം തന്നെയാണ്. തീർച്ചയായും അതിൽ ഒന്നിനും പറ്റിയിട്ടില്ല. പിന്നെ ചെറിയൊരു സസ്പെൻസ് പേടിയുടെ കാര്യത്തിൽ, ബാക്കി പിന്നെ ക്രിസ്റ്റോസേവന്റെ മ്യൂസിക് അതും കൊള്ളായിരുന്നു, നൈസായിരുന്നു പുള്ളി ചെയ്തത്. ഇത് സത്യം പറഞ്ഞാൽ എല്ലാ ഹൊറർ സിനിമകളും മ്യൂസിക് കൊണ്ടാണ് പിടിച്ചെടുത്തത്. അതുപോലെ തന്നെയാണ് ഇതിനകത്ത് സ്റ്റോറിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുപോലെ തന്നെ മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ജംപ് സ്കെയർസ് ഒരുപാടുണ്ട്. അതൊക്കെ പറഞ്ഞാൽ സ്പോയിലറായി പോവും. പടം തീരുന്ന കാത്തിരുന്നു അത് വേറെ കാര്യം. ഇപ്പം എല്ലാരും ടൈറ്റിൽ എഴുതി കാണിച്ചിട്ട് എൻഡ് ക്രെഡിറ്റ് ഉണ്ടോ നോക്കി കുറെ സമയം വെറുതെ ഇരിക്കും, പക്ഷെ ഒന്നുമില്ല. തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ തന്നെ മ്യൂസിക് ഒക്കെ ആണെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ ഫീലാണ്. ചിലപ്പോൾ ഈ ഹാർട്ട് ബീറ്റ് പോലെയൊക്കെ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന നമ്മൾ ചെറിയ ചെറിയ ലൈറ്റ് സാധനങ്ങളില്ലേ, അത് വെച്ചാണ് ക്രിസ്റ്റോഫർ വർക്ക് ചെയ്തത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീലായി, ഇഷ്ടമായി. പിന്നെ കുറച്ച് സർപ്രൈസ് എലമെന്റ്സ് ഉണ്ട്. ഒരു ക്യാമിയോ വരുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു യൂണിവേഴ്സ് കണക്ഷൻ ഉണ്ട്. അതെ, അത് യൂണിവേഴ്സ് അങ്ങനെയൊന്നും പറയുന്നില്ല, ഒരു ചെറിയ യൂണിവേഴ്സ് കണക്ഷൻ ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ റിവ്യൂ. അപ്പൊ എന്താണ്, ഒരിക്കലും ഭൂതകാലോ ബ്രഹ്മയുഗമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യരുത്. നിങ്ങളൊരു ക്ലിയർ മൈൻഡോട് കൂടി ആ പടത്തിനെ സമീപിക്കുക. രാഹുൽ സദാശിവന് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. പിന്നെ അതന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പം ഹൊറർ എന്ന സാധനം നോക്കി പോവുകയാണെങ്കിൽ ഭൂതകാലമാണ് ഏറ്റവും ഇല്ല. അതുപോലെ തന്നെ ത്രില്ലിങ്ങും സ്റ്റോറിയും ഹൊററും കൂടെ മിക്സ് ആയിട്ടാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഈ പടമാണ് അതിന് പറ്റുന്നത്. അതുപോലെ തന്നെ അതെ, പിന്നെ മേക്കിംഗ് ക്വാളിറ്റി ബ്രഹ്മയുഗം കൂടെ പറയട്ടെന്ന്. പിന്നെ മേക്കിംഗും ക്വാളിറ്റി ഒക്കെയാണ് നോക്കി പോകണമെങ്കിൽ സദാശിവന്റെ ബ്രഹ്മയുഗമാണ് ഏറ്റവും കൂടുതൽ. പിന്നെ പ്രണവ് മോഹൻലാലിന്റെ ആക്ടിങ്ങിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഒന്നും പറയുള്ളൂ, ഇത് ആരെ മോനാണെന്ന് നിങ്ങൾക്ക് അറിയാം. അതുപോലെ തന്നെ ഇപ്പൊ ചില ഷോട്ടുകളിൽ പുള്ളിയുടെ അതേ മാനറിസം ഫീൽ ചെയ്യാറുണ്ട്. അത് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. ചില ഷോട്ടുകളിൽ ഒരു ചരിവ് അതൊക്കെ ഉള്ളു. അപ്പൊ അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് പറയാനുള്ളത്. അപ്പൊ പുതിയ സിനിമാറ്റിക് വിശേഷങ്ങൾ അറിയിച്ച ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. പുതിയ സിനിമാറ്റിക് വിശേഷങ്ങളുമായി ഞങ്ങൾ ഉടനെ അണ്ടിൽ ദെൻ എന്തെങ്കിലും നമ്മൾ പ്രണവ് മോഹൻലാൽ പടം എങ്ങനെ ഉണ്ടായിരുന്നു? പടം കൊള്ളാം, സൂപ്പർ പടം. പ്രണവ് മോഹൻലാലിന്റെ അഭിനയം സൂപ്പർ, അടിപൊളി. അടിപൊളി എന്ന് വെച്ചാൽ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് പേടിക്കാനും ഉണ്ടായിരുന്നു. പിന്നെ അവസാനം എന്താണെന്ന് അറിഞ്ഞില്ല, മറ്റേ സംഭവം നടക്കുമല്ലോ, അതെന്താണെന്നതിന് കൺഫ്യൂഷൻ. നമ്മൾ ഭൂതകാലം ബ്രഹ്മയുഗം അതൊക്കെ വെച്ച് നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റും. അതൊക്കെ വെച്ച് അത് വേറൊരു ടൈപ്പാണല്ലോ. ഇത് അതേപോലെ തന്നെ പിടിച്ചിട്ടുണ്ട്, പക്ഷേ അടിപൊളി. Okay, thank you.